കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ട്രെയിൻ തടയൽ സമരം നടത്തി. ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന ഉപരോധം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തെറ്റായ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ചക്രസ്തംഭന സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടയൽ സമരം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നിരവധി ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും നിയമനം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സ്വപ്നം പോലും കാണാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്കുള്ള നയപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരെയാണ് ഇത്. നമ്മൾ ഈ സമരം ഇവിടെ 11 മണിക്ക് ആരംഭിച്ച് 11:30 വരെ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് കൃത്യം 11 മണിക്ക് നമ്മൾ ട്രാക്കിലെത്തിയത്. ഈ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലേറ്റതിനു ശേഷം ഇപ്പൊ 1.25 വർഷമായി. ഈ 1.25 വർഷത്തിൽ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി അടച്ചുപൂട്ടിയിരിക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേസ്, ആ ഇന്ത്യൻ റെയിൽവേസിൽ നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളായ വരുൺ ഭാസ്കർ, ബൈജു, നിഖിൽ, KP ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.